ഞാൻ ശിവഭക്തനാണ്. ഭഗവാൻ ശിവൻ എങ്ങനെയാണോ ഈ കാളകൂട വിഷത്തെ വിഴുങ്ങിയത്, അതുപോലെ എന്നിലേക്ക് വരുന്ന എല്ലാ അധിക്ഷേപങ്ങളെയും ഞാനും വിഴുങ്ങും. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകളാണ്. എന്താണ് സാർ നരേന്ദ്രമോദി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എൻ്റെ നേരെ വരുന്നത് ഞാൻ വിഴുങ്ങും. പക്ഷേ എൻ്റെ ജനങ്ങളെ പറഞ്ഞാൽ അതിൽ ഞാൻ ക്ഷമിക്കില്ല. അവരെൻ്റെ ദൈവമാണ്. ഞാനൊരു സേവകൻ എന്നല്ലേ നരേന്ദ്രമോദി പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. ഞാൻ ജനങ്ങളുടെ സേവകനാണ്. അതെ, ജനങ്ങളുടെ സംരക്ഷകനാണ്, അവരുടെ കാവലാളാണ്, ചൗക്കീദാർ എന്നാണ് പറഞ്ഞത്. ഇത് ഗുരുത്വമുള്ള വാക്കുകളാണ്. രാഹുൽ ഗാന്ധിക്ക് ഗുരുത്വം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ കൂടെയുള്ളവർ പറഞ്ഞു കൊടുക്കണ്ടേ? അല്ല, വെറുതെ കുറിയിടുകയും ജനയു ധരിക്കുകയും പൂണൂല് ധരിക്കുകയൊക്കെ ചെയ്താലാകില്ല. മറിച്ച് അത് പ്രവൃത്തിയിൽ വരണമെങ്കിൽ ഉള്ളിലുണ്ടാകണം. 19 വയസ്സായില്ലേ, പയ്യനൊന്നും അല്ലല്ലോ. അതെ, പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിക്കേണ്ട സമയം കഴിഞ്ഞല്ലോ. അതെ, ഇത് അതിൻ്റെ കുഴപ്പമെന്ന് ചോദിച്ചാൽ ജനങ്ങളെ കണ്ടല്ല വളർന്നത്. നരേന്ദ്രമോദി ജനങ്ങളെ കണ്ട് ജനങ്ങളുടെ നടുവിൽ ജീവിച്ച് ജനങ്ങളുടെ കഷ്ടപ്പാട് എന്താണെന്ന് സ്വയം അറിഞ്ഞ് അത് മുഴുവൻ താൻ വിഴുങ്ങുകയാണ് ചെയ്യുന്നത്. അവരുടെ കഷ്ടപ്പാടുകളെ മുഴുവൻ താൻ ഏറ്റെടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ എന്തെല്ലാം പ്രശ്നങ്ങൾ നരേന്ദ്രമോദിയുടെ നേരെ ഇവരെ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട്. മോദി ഇതെല്ലാം അതിജീവിച്ചിട്ടില്ലേ? ഏത് വിവാദങ്ങളെ അതിജീവിച്ചു പോകാനുള്ള ഒരു കരുത്തുണ്ട്. ശിവന്റെ പവർ എന്ന് പറഞ്ഞാൽ ശിവഭക്തിയിലൂടെ നേടിയതാണ്. ആ ശിവഭക്തിയുള്ള ആള് ഇപ്പൊ തന്നെ നോക്കുക, ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് അല്ലേ, ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഇദ്ദേഹത്തെ എന്തെല്ലാം തരത്തിൽ ഉപദ്രവിക്കാൻ നോക്കി. അമേരിക്കയിൽ വിസ കൊടുത്തോ? പിന്നീട് ആ അമേരിക്ക മോദിയുടെ വരവിന് വേണ്ടി കാത്തിരുന്നു. അദ്ദേഹത്തെ ക്ഷണിച്ചു. അതെ, ഒന്ന് വരുമോ? ഇപ്പൊ മോദിയുടെ വാക്കുകൾക്ക് പോലും അവിടുത്തെ രാഷ്ട്രത്തലവൻ നോക്കിയിരിക്കുകയാണ്, എന്താണ് മോദി പറയുന്നത്. അങ്ങനെയുള്ള അപ്പൊ ഏത് വിവാദങ്ങളെ അതിജീവിക്കുന്ന തരത്തിലുള്ള ഒരു ശരീരഘടനയാണ് മോദിക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തി, ഒരു ശരീരമാണ് അവിടെ ഉള്ളതെന്നാണ്. അപ്പം ഇനിയെങ്കിലും രാഹുൽ ഗാന്ധി മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തിൽ വ്യക്തിവൈരാഗ്യമൊന്നും അല്ല ആവശ്യം. ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ ഉണ്ടാകും, അതിനെ അങ്ങനെ നേരിടണം. അതെ, വളരെ ആരോഗ്യകരമായി. അതിന്റെ അർത്ഥം സാറേ വീട്ടിലിരിക്കുന്ന അമ്മയ്ക്ക് പറയുക എന്നല്ലല്ലോ. അത് ഏറ്റവും ഈ പ്രശാന്തിനറിയാമോ, ഈ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ, ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഇപ്പോഴെല്ലാവർക്കും ഓരോരോ ജോലിയുണ്ട്, എല്ലാവരും എൻഗേജ്ഡ് ആണ്, ചെറിയ ചെറിയ വരുമാനമൊക്കെ ഉണ്ടാക്കുന്നു. പണ്ട് കാലത്ത് ഈ നുണയും കൊതിയും ഒക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ, പരദൂഷണം അപ്പുറത്ത് പോയി ഇവിടെ പറയുന്ന അവിടെ പോയി പറഞ്ഞ് ഇവരെ തമ്മിൽ പറയുക. അപ്പൊ ഈ കലഹം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ അതിർത്തിയിൽ ഒരു കല്ലങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതിർത്തി തർക്കം, കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവസാനം ചൂടായി അവർ തോൽക്കുമെന്നുള്ള ഘട്ടത്തിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? ഉടനെ കുടുംബത്തിൽ അധിക്ഷേപിച്ച് വർത്താനം പറയും, തരം താണ പദങ്ങൾ ഉപയോഗിക്കും. പ്രധാനമന്ത്രിയാകാനുള്ള സകല യജ്ഞവും നടത്തുന്ന ഇനി അധികാരം വരില്ല എന്ന് ബോധ്യമായി കഴിഞ്ഞപ്പോൾ തലയ്ക്ക് വെളിവ് തന്നെ നഷ്ടപ്പെട്ടോ എന്ന് സംശയമുണ്ട്. കോൺഗ്രസ്സുകാർക്ക് മൊത്തത്തിൽ അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇത്തരത്തിലുള്ള ഇതൊക്കെ ഉപയോഗിക്കും. അത് നരേന്ദ്രമോദി എന്നല്ല, ഒരാളുടെയും അമ്മയ്ക്കോ അച്ഛനോ പറയലല്ല അതിൻ്റെ ഒരു യഥാർത്ഥ സംസ്കാരം എന്ന് പറയുന്നത്. രാഷ്ട്രീയം അതല്ല. അതെ, ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ടല്ലോ, ഒരുപാട് പാർശ്വവർത്തികളൊക്കെ ഉണ്ടല്ലോ. അവർക്കൊന്നും കഴിയത്തില്ല. അത് പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് വിവരവും സംസ്കാരവും ഒക്കെ വേണം. അല്ല വിവരവും സംസ്കാരവും ഉണ്ടെങ്കിലും പറയത്തില്ല. കാര്യം ഭയമാണ്. രാഹുൽ ഗാന്ധി എന്താണോ പറയുന്നത് അത് ശരി, രാജാവിന്റെ മുഖത്ത് നോക്കി ആകട്ടെ. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻമുഖം. രാജാവിന്റെ അങ്ങയുടെ മുഖം ചിലപ്പോൾ വസൂരിക്കല പിടിച്ചതായിരിക്കും, എന്നാലും പറയും ചന്ദ്രനെ പോലെ ശോഭിക്കുന്നു എന്നാണല്ലോ നമ്മൾ ഉപമ അലങ്കാരം സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ ഉദാഹരണമാണ് അല്ലേ. അപ്പൊ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞാലും അത് കൂടെയുള്ള പാർശ്വവർത്തികൾ
അനുസരിക്കും എന്നുള്ളതാണ്, അത് എസ് വെച്ച് പോകും എന്നുള്ളതാണ്. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, എതിർപക്ഷത്തുള്ള ഇപ്പം രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ ആരായിരുന്നു പ്രതിപക്ഷ നേതാവല്ലായിരുന്നോ? AK ഗോപാലൻ, നമ്മൾ വിളിക്കുന്ന AKG. AKG പ്രസംഗിക്കാൻ എഴുന്നേൽക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു അവിടെ ഇരിക്കത്തില്ലായിരുന്നു ആ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം തൻ്റെ ഭരണത്തിൽ എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെങ്കിൽ അത് കേൾക്കാൻ, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കാൻ. എന്തിന് ഇപ്പോൾ NK പ്രേമചന്ദ്രൻ എഴുന്നേൽക്കുമ്പോൾ പോലും നരേന്ദ്രമോദി ശ്രദ്ധിച്ചു കേൾക്കും. എന്തുകൊണ്ടാണ്? ആ പരസ്പരം ബഹുമാനം വേണമെന്നുള്ളതാണ്. ഇവിടെ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ഒന്ന് രാഹുൽ ഗാന്ധിക്ക് തൊട്ട് തെറിച്ചിട്ടില്ല. ഒരു കാലത്ത് ഓർക്കുന്നുണ്ടോ, ചായക്കടക്കാരൻ? അതെ, വലിയ ആക്ഷേപമായിരുന്നു. പിന്നെ മൻ കി ബാത്ത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. 2014 തുടങ്ങിയതാണ് മൻ കി ബാത്ത്. ഇപ്പോൾ ഏതാണ്ട് 125 ലക്ഷം വരെ ആയി. തുടങ്ങിയ സമയത്ത് മൻ കി ബാത്തിനെ അധിക്ഷേപിച്ച് എന്തെല്ലാം പറഞ്ഞെന്നറിയാമോ? ഇപ്പോൾ മൻ കി ബാത്ത് ദിവസം ആൾക്കാർ, എല്ലാവർക്കും അറിയാം മൻ കി ബാത്ത് എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത്, അതിനുവേണ്ടി കാത്തിരിക്കും. അപ്പൊ അങ്ങനെ നിരവധി പ്രശ്നങ്ങള് ഇതെല്ലാം അതിജീവിച്ചു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള തരം താണ പ്രസ്താവനകളൊക്കെ അവഗണിക്കുമെന്നുള്ളതാണ്. ഞാൻ ചോദിച്ചോട്ടെ, മോശമായ പദപ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ ആ നടത്തുന്നവർക്ക് തന്നെയാണ് കുഴപ്പമുണ്ടാകുന്നത്. ഇനി വേറൊരു കാരണം പറയട്ടെ. കൊല്ലത്ത് പോയി NK പ്രേമചന്ദ്രനെതിരെ പ്രസംഗിച്ചപ്പോൾ പിണറായി വിജയൻ പ്രേമചന്ദ്രനെ പറഞ്ഞല്ലോ പരനാറി എന്ന് പറഞ്ഞല്ലോ. ആർക്ക് ഗുണം ചെയ്തു? പ്രേമചന്ദ്രന്. 19 ചെന്നപ്പോഴും പറഞ്ഞു പരനാറി എന്നും പരനാറി എന്ന്. ഭൂരിപക്ഷം ഉയർന്നു. 24 അതൊന്നും പറഞ്ഞില്ലെങ്കിലും മറ്റത് ആവർത്തിച്ചു. അപ്പൊ അത് ജനം കാണിച്ചു കൊടുത്തിട്ടുള്ള ഒരു കാര്യമല്ലേ. അപ്പൊ ഭാഷ എന്ന് പറയുന്നത് ഒരു വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. അപ്പൊ സാർ, ഒരു സംശയം. അങ്ങ് ആദ്യം പറഞ്ഞല്ലോ എന്നെ അധിക്ഷേപിച്ചോളൂ ഞാൻ വിഴുങ്ങും. അതിന്റെ അർത്ഥം അങ്ങ് പറഞ്ഞു ജനങ്ങളെ അധിക്ഷേപിച്ചാൽ അത് ഞാൻ സഹിക്കില്ല എന്നാണെന്നും കൂടി അങ്ങ് പറഞ്ഞു. അപ്പോൾ ആ അർത്ഥത്തിൽ നരേന്ദ്രമോദി എന്താണ് ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ അധിക്ഷേപിച്ചാൽ നിങ്ങളെ വെറുതെ വിടില്ലെന്നാണോ, അതോ ജനങ്ങൾ നിങ്ങൾക്ക് തിരിച്ചടി നൽകുമെന്നാണോ? അതെ, വരികൾക്കിടയിലൂടെ പോകണം അതിനകത്ത്. അതാണ് ശിവഭക്തരെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു താണ്ഡവമാണ്. അതെ, ദക്ഷിണേന്ത്യയിലൊക്കെ ശിവഭക്തര് ധാരാളമുണ്ട്. തമിഴ്നാട്ടിലായാലും കേരളത്തിലും. തമിഴ്നാടും കേരളവും ഒക്കെ ശിവഭക്തിക്ക് കേൾവി കേട്ട സ്ഥലങ്ങളാണ്. വൈഷ്ണവ ശൈവമതത്തിന് വലിയ സ്വാധീനമുള്ള വൈഷ്ണവ വിഭാഗത്തെ പോലെ തന്നെ ഉത്തരേന്ത്യയിലൊക്കെ ഒരു ഭാഗത്ത് വൈഷ്ണവർക്കും ഒരു ഭാഗത്ത് ശൈവർക്കും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ ദക്ഷിണ ഭാരതത്തിൽ എനിക്ക് തോന്നുന്നു, പിന്നെ പ്രത്യേകിച്ചും തമിഴ്നാട് കേരള സംസ്ഥാനങ്ങളിൽ ശിവഭക്തിക്കാണ് കൂടുതൽ പ്രാധാന്യം. ഇതിനകത്ത് കറക്റ്റ് മോദി അതിന്റെ രാഷ്ട്രീയം കൂടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലേ? അതെ. ഇപ്പൊ ഇവർക്കൊക്കെ മോദിയെ വീഴ്ത്താൻ വലിയ ആഗ്രഹമായിരുന്നല്ലോ. അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പം 75 എന്ന് പറയുന്ന സംഖ്യയും പിടിച്ചുകൊണ്ട് വന്നു അല്ലേ? കാരണം ഇവർക്ക് മോദിയെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി നിർത്തണം. മോദിയെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സുഗമമാണ് എന്നുള്ള മട്ടിലെല്ലാം നമുക്ക് പങ്കിട്ടെടുക്കാം. അപ്പോൾ ഇപ്പൊ വോട്ടിന്റെ പ്രശ്നം വന്നപ്പോഴാണ് ഇത്തരത്തിൽ നരേന്ദ്രമോദിയുടെ അമ്മയെ കുറിച്ച് ഒക്കെ തന്നെ മോശമായിട്ടുള്ള രീതിയിൽ കോൺഗ്രസ്സുകാർ. ഇത് രാഹുൽ ഗാന്ധിക്ക് ഒരിക്കലും അത് നിരക്കുന്ന കാര്യമല്ല. രാഹുൽ ഗാന്ധിക്ക് ഇരിക്കുന്നത് എവിടെയാണെന്ന് അല്ല, അദ്ദേഹത്തിന് ഈ പറഞ്ഞ മോശം പരാമർശം നടത്തിയ പ്രവർത്തകനെ ഒന്ന് ശാസിക്കുകയോ അല്ലെങ്കിൽ ഗുണദോഷിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അത് അദ്ദേഹം ചെയ്തില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട് പ്രശാന്ത്, രാഹുൽ ഗാന്ധി ഇരിക്കുന്നത് ഇന്ത്യൻ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. അതിന്റെ മഹത്വവും വലിപ്പവും രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല. പ്രധാനമന്ത്രിയുടെ അത്രയും തന്നെ പ്രാധാന്യം പ്രതിപക്ഷ നേതാവിനുണ്ട്. കാരണം ഒരു രാജ്യത്ത് ഭരണം നന്നാകുന്നുണ്ടെങ്കിൽ അതിന്റെ മികച്ച പ്രതിപക്ഷമാണെന്നാണ് അർത്ഥം. മികച്ച പ്രതിപക്ഷം ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ ശശി തരൂർ വിദേശത്ത് ചെന്നപ്പോ പറഞ്ഞെന്താണ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യങ്ങൾ? ഞാൻ അവിടുത്തെ പ്രതിപക്ഷ നിരയിൽ നിന്നാണ് ഉള്ള ഒരാളാണ്, പക്ഷെ ഞാനിപ്പോ വന്നത് രാജ്യക്കെട്ടാണ് എന്നാണ്. അവിടെയൊക്കെയാണ് തരൂര് പറഞ്ഞ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ രാഹുൽ ഗാന്ധിക്ക് രാഷ്ട്രീയവും ചരിത്രവും അറിയത്തില്ല, പഠിക്കണമെന്ന് പറഞ്ഞു. ശരിയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് കേട്ടോ. രാഷ്ട്രീയവും അറിയത്തില്ല, ചരിത്രവും അറിയത്തില്ല. കാരണം ചരിത്രം അറിയാമായിരുന്നെങ്കിൽ ഇതുപോലെ മുൻകാലത്തെ പ്രതിപക്ഷ നേതാക്കന്മാരുടെയൊക്കെ ഒരു പട്ടിക എടുത്ത് നോക്കുക. അതെ, അവരുടെ പ്രവർത്തനങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച്. ഈ രാഹുൽ ഗാന്ധി ഗോപാലൻ പ്രസംഗിക്കാൻ എണീക്കുമ്പോൾ നെഹ്റു അവിടെ ഇരിക്കും.
അത് കേൾക്കാൻ. ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ ഇന്ദിരാഗാന്ധി ഇഷ്ടപ്പെട്ട പാർലമെന്റേറിയന്മാർ കേരളത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. നീലലോഹിതദാസൻ നാടാര് വലിയ ഇഷ്ടമാണ്. കാരണം നീലലോഹിതദാസൻ നാട് ഹിന്ദിയിൽ നന്നായിട്ട് പ്രസംഗിക്കും. ഹിന്ദിയിലാണ് അദ്ദേഹത്തിന്റെ ഡോക്ടറേറ്റ്. ശരിയാണ്. പിന്നെ KP ഉണ്ണികൃഷ്ണനോട് എന്ത് ബഹുമാനമായിരുന്നു അറിയാമോ ഇന്ദിരാഗാന്ധിക്ക്. എന്നിട്ട് സുരേഷ് കുറുപ്പിനോട് പോലും, സുരേഷ് കുറുപ്പൊക്കെ CPM-ല് മികച്ച പാർലമെന്റേറിയനായിരുന്നു. ഇതൊക്കെ മനസ്സിലായി. അതാണ് ചരിത്രം രാഹുൽ ഗാന്ധിക്ക് അറിയത്തില്ല, പഠിക്കണം എന്ന് പറഞ്ഞത്. ഇപ്പൊ ചരിത്രം അറിയത്തില്ല, രാഷ്ട്രീയം അറിയത്തില്ല, ഗുരുത്വം എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.